സംസ്ഥാന വ്യാപകമായി CPM-ൽ നിന്നും BJP-യിലേക്ക് വലിയ ഒഴുക്ക് തുടരുകയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നു. അതിന്റെ ഭാഗമായാണ് മധു മുല്ലശ്ശേരി BJP-യിലെത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. CPM പോപ്പുലർ ഫ്രണ്ട് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിണറായിയിൽ നിന്നും തുടങ്ങിയ പാർട്ടി പിണറായിൽ തന്നെ അവസാനിക്കും. ജനങ്ങൾ ഇടതുപക്ഷത്തിന് ബദലായി കാണുന്നത് BJP-യെയാണ്. പാർട്ടി മാറുന്നവർക്കെതിരെ സർക്കാർ കള്ളക്കേസെടുക്കുകയാണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ബിപിൻ സി ബാബുവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുത്തത് ഇതിന്റെ ഉദാഹരണമാണ്. ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ തുടങ്ങിയാൽ ഭരണകക്ഷിയിലെ പല മന്ത്രിമാർക്കെതിരെയും കേസെടുക്കേണ്ടി വരുമെന്നുകൂടി സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. BJP-യിൽ ചേരുന്നവർക്ക് മതിയായ സംരക്ഷണം പാർട്ടി നൽകും. തിരുവനന്തപുരം ജില്ലയിലെ 2 പാർലമെന്റ് മണ്ഡലങ്ങളും NDAക്ക് നഷ്ടപ്പെട്ടത് 15,000-ഓളം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് എന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. മധുവിനെ പോലെയുള്ള മികച്ച സംഘാടകർ പാർട്ടിയിലെത്തുന്നതോടെ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJP-ക്ക് സാധിക്കും. ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചുകുഞ്ഞിന് പീഡനമേൽക്കേണ്ടി വരുന്നു. ക്ഷേമ പെൻഷൻ പോലും സർക്കാർ ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്നു. സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെ BJP-യിൽ ചേർന്ന CPM മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ മകൾ മാധു മുല്ലശ്ശേരിയും BJP-യിൽ ചേർന്നു. വൈക്കം തലയാളത്ത് താമസിക്കുന്ന മാധുവിന്റെ വീട്ടിലെത്തി BJP വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രീജു കെ ശശിയാണ് അംഗത്വം നൽകിയത്. മധു മുല്ലശ്ശേരിക്കും മകൻ മിഥുൻ മുല്ലശ്ശേരിക്കും പിന്നാലെയാണ് മകളും BJP-യിൽ ചേർന്നിരിക്കുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ CPM-നോടൊപ്പമായിരുന്നു തങ്ങളുടെ കുടുംബമെന്ന് മാധു പ്രതികരിച്ചു. അച്ഛൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടാണ് വളർന്നത്. 42 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച അച്ഛനെ ഒന്നുമല്ലാതാക്കി തീർത്തുവെന്നും മാധു പ്രതികരിച്ചു. BJP ജില്ലാ സെക്രട്ടറി ലേഖ അശോകൻ, വൈക്കം മണ്ഡലം ജനറൽ സെക്രട്ടറി MK മഹേഷ്, പാർട്ടി തലയാളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി T വിനോദ് കുമാർ, പ്രസിഡന്റ് T സുമേഷ് എന്നിവരും മാധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. മധു മുല്ലശ്ശേരിയെ കഴിഞ്ഞ ദിവസം CPM-ൽ നിന്നും മിഥുനെ DYFI-യിൽ നിന്നും പുറത്താക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടനായി എന്നും ഇനി മോദിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുമാണ് മധു മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. താൻ വ്യക്തിപരമായി ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ് BJP-യിലേക്കുള്ള മാറ്റമെന്നും BJP-ക്ക് വലിയ വേരോട്ടമുള്ള കാലമായി മാറിയിരിക്കുകയാണ് എന്നും മധു പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്.